ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എഗ്ഗ് വെച്ചിട്ടൊരു വെറൈറ്റി കറി ഉണ്ടാക്കിയാലോ. ഞാൻ ഓൾറെഡി പാൻ അടുപ്പത്ത് വെച്ചു, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 3 സവാള ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളതിലേക്ക് ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ലോണം ഒന്ന് വെന്തോട്ടെ കേട്ടോ. വെന്ത് വന്ന് നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മളതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇത് ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, നല്ല പോലെ വെന്ത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്കിതിൽ മല്ലിപ്പൊടിയൊന്നും ആവശ്യമില്ല, മല്ലിപ്പൊടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/4 ഭാഗം ഞാൻ ഇതിൽ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സായി വന്നിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ടീസ്പൂണ് സോയാ സോസും 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്തെടുത്താൽ മതി. എൻ്റെ മക്കൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ടിട്ട് ഞാനിതിൽ ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ ബാക്കി വെള്ളം കൂടെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഓരോ കോഴിമുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾ ആളനുസരിച്ച് ഇതിൽ ഓരോ കോഴിമുട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇനി ഗ്രേവിയൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സവാളയും തക്കാളിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടുതലിടാം. ഞാൻ 5 കോഴിമുട്ടാണ് ഇതിലിട്ട് കൊടുത്തത്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല കാണാനും നല്ല മൊഞ്ചാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാരണം ചപ്പാത്തിക്കും വെള്ളപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. കണ്ടില്ലേ, നല്ല സൂപ്പറാണത്. അതുപോലെ തന്നെ കാണാനുള്ള മൊഞ്ച് പോലെ തന്നെ കേട്ടോ കഴിക്കാനുള്ള ടേസ്റ്റും. നിങ്ങളെന്തായാലും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് എനിക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളിത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു.